RJ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാനാണ്. ആണ്. എബ്രഹാമിന്റെ ഷോർട്ട് ഫോം ആണോ ഈ അബ്രു? RJ അബ്രു. RJ റേഡിയോ ജോക്കിയാണ്. ഞാൻ കുവൈറ്റിലെ അൽമുല ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഒരു പ്രവാസിയാണ്. ഓക്കെ, ശരി. ഇതാണ് ബിജു ചേട്ടൻ. എന്ത് ചെയ്യുന്നു? എനിക്ക് ആർട്ട് വർക്കാണ്. വരപ്പ് ആണ്. ഓക്കെ, ശരി. വീട്ടിലായിരിക്കാ ഉള്ളത്? വീട്ടില് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. ഒറ്റത്തടിയാണ്. കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം കഴിച്ചിട്ടില്ല. അതിന്റെ കല്യാണം കഴിക്കാത്ത? കല്യാണം കഴിക്കാനുള്ള പ്രായം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കല്യാണം കഴിക്കണ്ടെന്ന്. കല്യാണം കഴിക്കാനുള്ള പ്രായം കഴിഞ്ഞു. അങ്ങനെ ഒരു കല്യാണം കഴിക്കേണ്ട സമയത്ത് കല്യാണം കഴിക്കാൻ പറ്റില്ല. ശരി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചാ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? എത്ര വയസ്സുണ്ട്? 52 വയസ്സുണ്ട്. 52 വയസ്സുണ്ട്. ഇനി കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ? ഇല്ല, കല്യാണം കഴിക്കാനുള്ള താല്പര്യം ഇല്ല. ഒട്ടുമില്ലേ? ഞാൻ വിചാരിച്ച അങ്ങനെ ഇതിൽ കൂടെ പറയാം. സുമുഖനും സുന്ദരനുമായ ചേട്ടൻ റെഡിയാണ്. താല്പര്യമുള്ളവർ വരട്ടെ. അതായത് എന്റെ അടുത്ത ഡയലോഗ്. തീർച്ചയായിട്ടും. അപ്പൊ കല്യാണം കഴിച്ചോളൂ. കല്യാണം കഴിക്കണമെന്ന് ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട്. ചേട്ടാ, ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ കാര്യം പറയട്ടെ, ഇവിടുന്ന് സ്റ്റാറും കിട്ടും, വൈഫും കിട്ടും, എല്ലാം കിട്ടും എന്ന് എന്റെ മനസ്സ് പറയുന്നു. കേട്ടോ, ലൈഫ് എന്തായാലും കിട്ടും, ഉറപ്പാണ്. അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ്, നമുക്ക് ഇവരുടെ പെർഫോമൻസ് കണ്ടാലോ? ഓക്കെ, എന്താണ് പെർഫോമൻസ്? ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ബാബുരാജേട്ടന്റെ ശബ്ദമാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത്ര മോശം സമയത്തും എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഞങ്ങൾ അപ്പന്റെ മരണത്തെക്കുറിച്ച് ചില ഊഹാപോഹങ്ങൾ ഏറലുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട്, പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചതാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികപരമായും നിയമപരമായും നേരിടും. എന്റെ പൊന്നേ, സൂപ്പർ. ഇപ്പൊ എന്തായാലും രണ്ടുപേരും റെഡി ആയിട്ടുണ്ടാവും അവിടെ. എന്തിനാന്നറിയോ? കെട്ടാൻ. രണ്ടുപേരും റെഡിയാ. അല്ല, 2 സ്റ്റാറുകൾ അവിടെ മിന്നിക്കഴിഞ്ഞു വീടുകളിൽ. കേട്ടോ, ശരി. അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞാണ്. ഓ, അതുകൊണ്ട് എനിക്ക് ഗേൾസ് ഒന്നും വേണ്ട. ശരി, കൊച്ചുണ്ട്. ആണ്. അപ്പൊ ഫാൻസ് കൂടിക്കോട്ടെ. ഓ, കുഴപ്പമില്ല. ഓക്കെ, കേക്കട്ടെ. എന്താണ് എന്ന് നിന്നെ മൊയ്തീൻ എന്ന സിനിമയില് നമ്മുടെ പ്രേം നസീർ സാർ ആ ഒരു ഡയലോഗ് പ്രേം നസീർ സാർ പറഞ്ഞ എങ്ങനെ ഇരിക്കും നോക്കാം. ഓ, ഞങ്ങളുടെ പഴയ തിരുമറി ഇവിടെ റീക്രിയേറ്റ് ചെയ്തു. ആയിക്കോട്ടെ, കേക്കാം. തീപ്പൊടിയോടെ കരപിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടല. അതിനി എത്ര കടവത്ത് ഏതൊക്കെ തോണിക്കാരെ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലെത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. സത്യം സത്യം സത്യം. അപ്പടി ചിഞ്ചിനാക്കടി. നമുക്ക് മത്സരമായിട്ട് പോവാം. ചേട്ടാ, ആർ യു റെഡി? റെഡി തന്നെ. നമ്മൾ ഇനി എന്താണ് അടുത്ത വോയിസ് കേൾക്കാൻ? അടുത്തായിട്ട് ഞാൻ സിദ്ദിഖ് ലാൽ സാറിന്റെ ശബ്ദം. എല്ലാം റഫാ അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ, കേൾക്കാം. നീ പറഞ്ഞത് ശരിയാ. എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോ റെയിൽവേ സ്റ്റേഷൻ ഉറക്കി കിടത്തിയിട്ട് സ്വന്തം കാര്യം നോക്കിപ്പോയ സ്ത്രീയാ എന്റെ അമ്മ. അങ്ങനെയുള്ള എനിക്ക് നിന്റെ അമ്മ മരിച്ചത് കേട്ടാ സങ്കടമല്ല, ചിരിയാ വരിക. ചാച്ചാജി, ഡൽഹിയിലുള്ളൊരു സാമ്രാജ്യവും പഞ്ചാബിലുള്ളൊരു സ്വത്തുക്കൾ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ എന്റെ പെങ്ങളെ മാത്രം ഞാൻ വിട്ടുകൊടുക്കില്ല ചാച്ചാജി. അങ്ങനെ വലിച്ചെറിയാൻ മാത്രം എനിക്ക് വലിയ ഭാരമൊന്നുമല്ല അവള്. എനിക്ക് വേറെ കാര്യം തോന്നുന്നത് അറിയോ? പണ്ട് ഇതുപോലെ റഫായിട്ട് നിന്നോണ്ടാന്ന് തോന്നുന്നു. പണ്ട് പെണ്ണൊന്നും കിട്ടാണ്ടിരുന്നു. ആണോ? പണ്ട് ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിരുന്നു. ശരി, RJ, are you ready? റെഡി. എന്നെ ചെയ്യാൻ പോകുന്നേ? ഞാൻ സ്പോട്ട് ഡബ് ആണ്. പൃഥ്വിരാജിന്റെ സ്പോട്ട് ഡബ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, രാജേട്ടന്റെ സൗണ്ട് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ സ്പോട്ട് ഡബിന് നമ്മള് അവിടെ ഒരു സ്പോട്ട് ഉണ്ട്, നമുക്ക് വീഡിയോ കോളിൽ കാണാം. ഞങ്ങൾ അത് നോക്കി കാണാൻ പോകും. തീർച്ചയായിട്ടും കാണാം അല്ലേ? ഓക്കെ. 5 കൊല്ലം മുമ്പത്തെ സംസ്ഥാന യുവജനോത്സവത്തിന് പങ്കെടുത്തൊരു 10ാം ക്ലാസ്സുകാരന് കുച്ചിപ്പടിക്കും ഭരതനാട്യത്തിനും പിന്നെ പങ്കെടുത്ത എല്ലാ ഐറ്റംസിനും സമ്മാനം നേടിയൊരു ഉണ്ടക്കണിയോടുള്ള ആരാധനയായിരുന്നു. പിന്നീട് പഠിക്കാനുള്ള പുസ്തകം തുറന്നു നോക്കിയാൽ കാണുന്നത് അവളുടെ മുഖമായിരുന്നു. വായനശാലയിലെ റേഡിയോയിലെ പാട്ടുകളൊക്കെയും അവളെക്കുറിച്ചുള്ളതായിരുന്നു. പ്രീ ഡിഗ്രിക്ക് അവൾ ചേരുന്ന കോളേജിലെ ചേരൂ എന്ന് അന്നേ തീരുമാനിച്ചതാണ്. അങ്ങനെ ഇവിടെ എത്തി. അടുത്ത് പരിചയപ്പെട്ടപ്പോൾ അഹങ്കാരത്തിൻ്റെ ആൾരൂപം. അടുക്കാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നി വെറുക്കാനുള്ള കാരണങ്ങളുണ്ടാക്കി. പകല് മുഴുവൻ വെറുത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ ഇപ്പോഴും അവളുടെ മനസ്സിൽ ഉണ്ടാവും തോന്നുന്നു. താങ്ക് യു.
ഓക്കെ, അപ്പം സ്പോട്ടപ്പ് അടിപൊളിയായിരുന്നു. നമുക്കിനി ബിജു ചേട്ടനിലേക്ക് പോകണം. അടുത്തായിട്ട് ഞാൻ ഒരു സ്റ്റാറിന്റെ ശബ്ദം വിലയിരിക്കാം. ശരി, രഞ്ജി പണിക്കറിന്റെ ശബ്ദം, സാറിന്റെ ശബ്ദം. ഒരു മാച്ചിൽ മിനിമം 10 കിലോമീറ്റർ ഓടുന്നുണ്ടാവും ഒരു കളിക്കാരൻ. ഈ ഓട്ടത്തിനിടയിൽ മുഴുവൻ ഒരൊറ്റ ചിന്ത അയാൾക്കുണ്ടാവും: ജയം. സ്വന്തം പോസ്റ്റിൽ ഗോള് വീഴാൻ നോക്കേണ്ടത് ഒരു ഗോളിയുടെ മാത്രം ചുമതലയല്ല, അയാൾ അവസാന നീക്കത്തിന്റെ കാവൽക്കാരൻ മാത്രമാണ്. സ്വന്തം ഗോൾ ബല ചലിക്കാൻ നോക്കേണ്ടത് കൂടെ കളിക്കുന്ന ഓരോ പ്ലെയറിന്റെയും ചുമതലയാണ്. അത് ഓർമ്മയുണ്ടാവണം. ഗംഭീരായിരുന്നു, ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ഇല്ലേക്കാ? നന്നായിരുന്നു കേട്ടോ, പൊളിച്ചു അല്ലേ? നന്നായിരുന്നു ചെയ്ത്. സ്റ്റാർസൊക്കെ കറക്റ്റ് ആ വോയിസ്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം അല്ലേ, കുറെ വർഷത്തിന് ശേഷം അല്ലേ, കുറെ വർഷമായി സ്റ്റേജിൽ സ്ഥിരം ചെയ്യുമായിരുന്നു. സ്റ്റേജിൽ ചെയ്യാറുണ്ട് കുറച്ച്, ഇപ്പം കുറെ നാളായി ചെയ്തിട്ട്. പക്ഷെ അതാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രത്യേകത. ഉറങ്ങിക്കിടക്കുന്ന കലാകാരന്മാർക്ക് നമ്മൾ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പലർക്കും ഒരു പ്രചോദനം. കാരണം ഇനി വേദി കിട്ടില്ല, ഇപ്പോഴത്തെ പുതിയ തലമുറ വന്നു, ഞങ്ങളൊക്കെ എന്തിന് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുറേ ആർട്ടിസ്റ്റുകൾക്ക് അവർക്കൊരു ശ്വാസമാണ് ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സ്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്. അപ്പോൾ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇത് കഴിഞ്ഞാൽ ഷോ കൂടുതൽ കിട്ടട്ടെ പ്രാർത്ഥിക്കാം. ഓക്കെ. ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ പലപ്പോഴും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്. കാരണം ശബ്ദം കൊടുത്തിട്ട് അഭിനയിച്ച് പോകുന്നതിനേക്കാൾ അതിനൊരു ഫാർ ബെറ്ററായിട്ട് ചിലവർ ശബ്ദം കൊടുത്തിട്ട് ആ ആർട്ടിസ്റ്റുകളുടെ ഇമേജ് കൂട്ടിയേക്കുന്ന ഒത്തിരി ചരിത്രമുണ്ട്. അപ്പം ഇപ്പോൾ രാജുവിൻ്റെ വോയിസ് അദ്ദേഹം ഇവിടെ ഡബ് ചെയ്യണാണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, സാധാരണ ഇതിലൊരു മിമിക്രി ആർട്ടിസ്റ്റ് വന്ന് നിന്നിട്ട് ചെയ്യുമ്പോൾ മിമിക്രിയുടേതായ ഫ്ലേവർ വന്നിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ സംഭവം വരും. പക്ഷെ ഇതത് വന്നിട്ടില്ല. ഇത് രാജു ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ ആ സമയത്ത് ചെയ്തിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ശബ്ദമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യരുത്, അന്നത്തെ ഒരു ശബ്ദം ഉണ്ട് അദ്ദേഹത്തിന്, പഴയ ശബ്ദം. ആ പഴയ ശബ്ദത്തിൽ കറക്റ്റ് ആയിരുന്നു അത്. അല്ലാണ്ട് ഇപ്പോഴത്തെ രാജുവിന്റെ ശബ്ദം വെച്ചിട്ട് നമ്മൾ അയ്യോ ഇപ്പോഴത്തെ രാജുവിന്റെ ശബ്ദം കുറച്ചുകൂടി കട്ടി കൂടി, ബാസ് കൂടിയാണ്. അപ്പോൾ ആ ശബ്ദം വെച്ചിട്ടല്ല ജഡ്ജ്മെന്റ്. അന്നത്തെ ക്ലാസ്മേറ്റ്സിൽ രാജു പറഞ്ഞ അതേ മോഡുലേഷൻ കറക്റ്റായിട്ട് ആ ട്രെൻഡ് പിടിക്കാൻ സാധിച്ചു. അതൊക്കെ ഭയങ്കര ഭാഗ്യമാണത്. ബിജു ഭാസ്കർ ഓക്കെ, എണ്ണം പറഞ്ഞ 3 സ്റ്റാർസ്. ഏതാണ് മെച്ചം ഏതാണ് താഴെ അങ്ങനെയൊന്നുമില്ല. അങ്ങ് ചെയ്ത 3 ഗംഭീരമായി എന്നുള്ളതാണ്. ഇക്ക പറഞ്ഞാലേ കൂടുതൽ വേദികൾ വരട്ടെ, കൂടുതൽ ആളുകൾ അറിയപ്പെടട്ടെ. അതുപോലെ തന്നെ അതിന് കാരണമാകാൻ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ വേദിക കഴിഞ്ഞല്ലോ, അതിൽ വലിയ സന്തോഷം. നിങ്ങൾക്കൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും. നമ്മുടെ എബ്രുവിൻ്റെ സ്പോട്ട് ഡബ് ഉഗ്രൻ കേട്ടോ. നിങ്ങളുടെ ഒരു എന്താ പറയുന്നത് ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വോയിസാണ്. നല്ല നല്ല ഗംഭീരമായ വോയിസാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവാനും അതല്ലെങ്കിൽ നല്ല ക്യാരക്ടർ ചെയ്യുമ്പോഴും ഒക്കെ അതിനെ അനുഗ്രഹീതമായ ഒരു വോയിസും കൂടെ ഉണ്ടെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. അത് എന്തായാലും ദൈവം അനുഗ്രഹിച്ചുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസിനെ പറ്റി എന്താണ് നമ്മുടെ ഷീലാമ്മയ്ക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. യെസ് ഷീലാമ. പറയാൻ വാക്കുകളില്ല കേട്ടോ. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണോ? ഒരു ആർജയാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ചിരി ചിരി അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കും. ഞാൻ രാജശേഖരന്റെ ഇത് നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ എനിക്കൊരു വലിയൊരു അത് സാരല്ല, അതൊക്കെ എല്ലാവർക്കും വരും. അതെ രാജേട്ടൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് തന്നെ ചെയ്തിട്ടുണ്ട്, ഫ്ലോറിൽ വന്ന് ചെയ്തിട്ടുണ്ട്. നന്നായിരുന്നു കേട്ടോ. ആ ശബ്ദവും വലിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പോലെ കറക്റ്റായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് പോലും ഇത്രയും നന്നായി വരും. ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അയാളെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടിട്ട് നമ്മുടെ ലാലിൻ്റെ രൂപമൊക്കെ കൂടെ ആയപ്പോൾ ആ ശബ്ദവും എല്ലാം കൂടി നമുക്ക് അതൊക്കെ നേരിട്ട് കാണുന്ന പോലെ ഉണ്ട്. നന്നായിരുന്നു കേട്ടോ. ബെസ്റ്റ് മാസ്റ്റേഴ്സ്. അപ്പൊ എങ്ങനെയാണ് നമ്മള് ഈ പെർഫോമൻസിന് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന റേറ്റിംഗ് എത്രയൊക്കെയാണ്? രണ്ടുപേരും മികച്ച കലാകാരന്മാർ തന്നെ, യാതൊരു സംശയമില്ല. അതെ. എന്നാൽ ചെറിയ വ്യത്യാസത്തിൽ റേറ്റിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. കാരണം രണ്ടുപേരും വരുമ്പോൾ ഒരു മത്സരബുദ്ധിയോട് കൂടിയാണല്ലോ അവർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യതയോടുകൂടി തന്നെ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും മികച്ച കലാകാരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ RJ എബ്രുവിൻ്റെ സ്റ്റാർ 3 സ്റ്റാർ ആണ്. 3 സ്റ്റാർ. ഓക്കെ, സൂപ്പർ. ഇനി അടുത്ത ആൾ നിൽക്കുക ബിജു ഭാസ്കറിന് 4 സ്റ്റാർ. 4 സ്റ്റാർ. സൂപ്പർ.